ഹലോ, ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പൊരിക്കൽ സോയ വറുത്തതില്ലേ, സോയ ഫ്രൈ ചെയ്തത്, ആ സോയ ഫ്രൈ ചെയ്തത് ഞാൻ അന്ന് കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. പിറ്റേ ദിവസം ഞാനത് എടുത്ത് ക്രഷ് ചെയ്ത് ആണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ബട്ടർ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടാറ്റോയിൽ അത് ആ ഭാഗം കട്ടായി പോയതാണ്. ബട്ടർ നിർബന്ധമായും ചേർക്കണം, അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഈ ഫില്ലിംഗ് തന്നെ ആവുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതേപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് ഡീഫ്രോസ്റ്റ് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കപ്പയാണ് ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. കപ്പയ്ക്ക് പകരം കപ്പപ്പൊടി, അതിന് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം, കപ്പപ്പൊടി ഇല്ലെങ്കിൽ. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയാണ് ഞാൻ കപ്പ ചേർത്തത് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.